എഫെസ്യ ലേഖനം 1-ാം അധ്യായം 17-ാമത് വാക്യം. പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾ പ്രാപിക്കേണ്ടതിന്, ആ ഒരു പ്രയോഗത്തെ മാത്രം ആസ്പദീകരിച്ചുകൊണ്ട് ഹ്രസ്വമായ സമയപരിധിക്കകത്ത് നിന്നുകൊണ്ട് ഒരാത്മീയ സന്ദേശം നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് ഉണർത്താൻ ആഗ്രഹിക്കുന്നു. സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹീതമായ ആരാധനയുടെ നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി തന്ന അനുഗ്രഹീത നിമിഷങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും എല്ലാ ആദരവോടും ആരാധനയോടും കർത്താവിൻ്റെ പാദം ഞാൻ ചുംബിക്കുന്നു. അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ കത്തുദാസന്മാരോട് ഒരുമിച്ച് വിശേഷിച്ച് ബഹുമാന്യനും ഞാൻ ക്രിസ്തുവിൽ വളരെ ആദരിക്കുകയും മഹത്വരമായ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചുകൊണ്ട് നിരവധി ഉത്തരവാദിത്വങ്ങൾ ചെയ്ത് രാജ്യാന്തര പ്രഭാഷകനായി ദൈവം ഉപയോഗിക്കുന്ന ബഹുമാന്യ സാറിനോട് ചേർന്ന് താൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ ഒരാരാധനയിൽ സംബന്ധിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷക വൃന്ദങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നതിൽ സന്തോഷിക്കുന്നു. എല്ലാ സഭാജനങ്ങൾ, പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇവിടുത്തെ വേർഷിപ്പ് ടീം അംഗങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഇന്ന് പകലിൽ ഈ ആരാധനയുടെ ക്രമീകരണങ്ങൾ, ആരാധനയ്ക്ക് പ്രസക്തി കൊടുത്തുകൊണ്ട് ക്രമീകരിക്കുന്ന ഈ ആത്മീയ സമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികമായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചിന്ത നിങ്ങൾക്ക് നൽകുവാൻ ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് എനിക്ക് നിയോഗം നൽകിയതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കുക, 2 അപ്പച്ചന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ആ അപ്പച്ചന്മാരുടെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന 2 അമ്മച്ചിമാരും ഉണ്ടാകാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2 പിതാക്കന്മാർ, വളരെ അനുഗ്രഹീതരായ 2 പിതാക്കന്മാർ. അതിൽ ഒരാൾ അഗ്രഗണ്യനാണ്, വളരെ ശക്തിയുള്ള ഒരു വ്യക്തിത്വമാണ്. ശ്രദ്ധിക്കുകയും, മഹാപുരോഹിതൻ, ന്യായാധിപൻ, പ്രവാചകൻ, ഈ 3 തട്ടകങ്ങളിൽ ഒരേ കാലത്ത് ശോഭിച്ച അനുഗ്രഹീത ദൈവദാസൻ ശമൂവേൽ എന്ന അനുഗ്രഹീത താരം. ഇസ്രായേലിലെ ചരിത്രം എഴുതിയാൽ മാറ്റിവെക്കാനാവാത്ത വിധത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അനുഗ്രഹീതനായൊരു കർത്തൃദാസൻ. വിശ്വസ്ത പ്രവാചകൻ എന്നാണ് ഇസ്രായേൽ അവനെ വിളിക്കുന്നത്. അതേപോലെ ഉത്തമനായ ന്യായാധിപൻ. മനസ്സിലായോ? മാത്രമല്ല, ആത്മീയ ശുശ്രൂഷകൾ കൃത്യതയോടെ ചെയ്യുന്നതിനകത്ത് ദൈവം കൊടുത്തിട്ടുള്ള അഭിഷേകത്തിൻ്റെ തനിമയോടുകൂടെ അത് കൃത്യതയോടെ നിർവഹിക്കുവാൻ ദൈവം കരങ്ങളിൽ ഉപയോഗിക്കുന്ന അനുഗ്രഹീത മഹാപുരോഹിതൻ. ലേവ്യ യാഗയോഗങ്ങളുടെ ആ നിർവഹണം കൃത്യതയോടെ അനുഷ്ഠിക്കുന്നവൻ. ഏലിയുടെ കണ്ണ് മങ്ങിപ്പോയതിന് ശേഷം ദൈവം ഹന്ന എന്ന വന്ധ്യ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച ഒരു അനുഗ്രഹീത മനുഷ്യൻ. അദ്ദേഹം 85ഓളം വർഷങ്ങൾ ഇസ്രായേലിൻ്റെ പുരോഹിതനും ന്യായാധിപനും പ്രവാചകനുമായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഈ 85 കൊല്ലത്തെ മഹനീയമായ ശ്ലാഘനീയമായ ശുശ്രൂഷയ്ക്കൊടുവിൽ ജനത്തിൻ്റെ പ്രതിനിധികളും ഇസ്രായേലിലെ ഗോത്ര തലവന്മാരും പ്രഭുക്കന്മാരുടെ ഒരു സംഘം ഇദ്ദേഹത്തിൻ്റെ അരികിൽ വന്ന് നിന്നിട്ട് ഒരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു: നീ വൃദ്ധനായിരിക്കുന്നു, ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരണം. അദ്ദേഹം ചോദിച്ചു, എന്നെ ഉപേക്ഷിച്ച്, ദൈവത്തെയും ഉപേക്ഷിച്ച് ജാതികൾക്കുള്ളതുപോലെ രാജാവിനെ വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താ? അവർ പറഞ്ഞു, നീ വിശ്വസ്തനാ, നിൻ്റെ ശുശ്രൂഷ ഗംഭീരമാണ്, നിൻ്റെ പ്രവചന ശുശ്രൂഷ അത്യുഗ്രമാണ്. പക്ഷേ ഇതെല്ലാം ഞങ്ങൾ അനുഭവിച്ചപ്പോഴും ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം, വൃദ്ധനായ നിൻ്റെ തലമുറ നിൻ്റെ വഴിയിലല്ല. നിൻ്റെ തലമുറ ആരും നിൻ്റെ വഴിയിലല്ല. അതുകൊണ്ട് വൃദ്ധനായ നിന്നെ നാളെ ദൈവം കം ബാക്ക് എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചാൽ ഇസ്രായേൽ അന്യാധീനപ്പെടും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? ഇന്നോ നാളെയോ ദൈവം നമ്മെ തിരിച്ചു വിളിച്ചാൽ ഈ പുസ്തകം വീട്ടിലൊരു പുരാവസ്തുവായി പോകാതിരിക്കാൻ നമ്മുടെ തലമുറ നമ്മുടെ വഴിയിൽ തന്നെ ആകണം. പെന്തക്കോസ്തിൻ്റെ തനത് സംസ്കാര തനിമ സൂക്ഷിക്കേണ്ടതിന്, ഉപദേശത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മുറുകെ പിടിക്കേണ്ടതിന്, വേർപാടും വിശുദ്ധിയും അന്യാധീനപ്പെട്ടു പോകാതെ, ലൗകികതയിലേക്ക് ഇറങ്ങിപ്പോകാതെ ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയത പ്രയോജനമില്ലാതെയായി പോകും. ബോധ്യമാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 85 കൊല്ലം കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്ത ഒരു പിതാവ് കേട്ട ആ ദയനീയതയുടെ, പരിതാപത്തിൻ്റെ, അരാജകത്വത്തിൻ്റെ ഡയലോഗ് കേൾക്കാൻ നമുക്കാർക്കും ഇടവരാതിരിക്കട്ടെ. വിശേഷിച്ച് ഇന്ന് ഇവിടെ മുൻപോട്ട് വന്ന് ഭവ്യതയോടെ നിന്ന് മാതാപിതാക്കൾക്ക് ലഭിക്കപ്പെട്ട ആ കുഞ്ഞിനെ കർത്താവിൻ്റെ പാതയിൽ പരിചരിക്കാൻ ദൈവം അവർക്ക് കരുത്ത് പകരട്ടെ. നമുക്കെല്ലാവർക്കും ദൈവം കൃപ പകരട്ടെ. ഞാൻ 2 ആൺകുഞ്ഞുങ്ങളുടെ പിതാവാണ്. എൻ്റെ മൂത്ത മകൻ ഡിഗ്രിക്ക് 2nd ഇയർ പഠിക്കുന്നു, ഇളയ മകൻ +1 പഠിക്കുന്നു. 2 മക്കളുടെ പിതാവെന്ന നിലയിൽ ഈ കാര്യം പറയുമ്പോൾ ഉള്ളിൽ എനിക്ക് തേങ്ങലുണ്ട്. ആത്മഭാരത്തോടെ കുഞ്ഞുങ്ങളെയും കൂടെ ഈ
തട്ടകത്തിൽ എൻ്റെ പിതാവ് 65-ലധികം വർഷങ്ങൾ ചുമന്ന വേദപുസ്തകമാണ് എനിക്ക് നൽകി തന്നത്. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ ഇമ്പങ്ങളുടെ പറുദീസയിൽ വിശ്രമിക്കുന്നു. ഈ പുസ്തകം അന്യാധീനപ്പെടാതെ എൻ്റെ തലമുറയ്ക്ക് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കാലമുണ്ടെങ്കിൽ. അതുകൊണ്ട് ഈ മഹനീയ ശുശ്രൂഷയുടെ ആർജവത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ആ പിതാവിനെ പരിചയപ്പെടുത്തുകയാണ്. നിൻ്റെ മക്കൾ നിൻ്റെ വഴിയിലല്ല എന്ന് കേട്ട് മ്ലാനവദനായി പോയ അപ്പച്ചനെ മറക്കരുത്. ഇനി രണ്ടാമത് വേറൊരു അപ്പച്ചനെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഇതിന് തികച്ചും വ്യത്യസ്തമായ വേറൊരു പിതാവിനെ മറക്കരുത്. അദ്ദേഹത്തെ ഒരു സാധാ കർഷകനാണ്. അല്പം ഭൂമിയുള്ളതിൽ കൃഷി ചെയ്ത് കുഞ്ഞുങ്ങളെ പുലർത്തുന്നു. മൂത്ത 1-2 മക്കൾ ശൗലിൻ്റെ പട്ടാളത്തിലെ പടയാളികളാണ്. അല്പം കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം കഴിഞ്ഞു പോകുന്ന ഒരു സാധു കുടുംബം. 8 മക്കളാണുള്ളൂ. പാവപ്പെട്ടവനാണെങ്കിൽ 8 മക്കൾ. മുമ്പേ ദൈവദാസൻ പറഞ്ഞു, ആവനാഴി ഓരോരുത്തർ ഓരോന്നുകൊണ്ടാണ് നിറച്ച, അല്ലെങ്കിൽ 2 കൊണ്ടാണ്. ഇവിടെ ഒരു അപ്പച്ചനെ 8 അസ്ത്രങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. പാവപ്പെട്ടവന് മക്കൾക്കൊരു പഞ്ഞുമില്ല, ഒരു അംഗൻവാടിക്കുള്ള പിള്ളേർ. ഒരപ്പച്ചനും ഒരമ്മച്ചിക്കും ദൈവം കൊടുത്തിരിക്കുക. പക്ഷേ എല്ലാവരെയും കൃപയിൽ വളർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഏറ്റവും ഇളയ മകനാണ് പ്രധാന താരം. ബാക്കിയുള്ളവരൊക്കെ പട്ടാളക്കാരാണെങ്കിലും ഇളയ മകൻ ഒരു പാട്ടുകാരൻ, അപ്പം തന്നെ ആട്ടുകാരനാണ്. രാവിലെ ആടിനെയും കൊണ്ട് വനാന്തരത്തിൽ പോയാൽ അന്തിക്കാണ് വീടണയ്യുക. മനസ്സിലാകുന്നുണ്ടോ ആളാരാന്ന്? ഇശ്ശായി, ദാവീദിൻ്റെ അപ്പൻ ഇശ്ശായി. ഓക്കെ, ഈ അപ്പച്ചൻ്റെ അരികിലേക്ക് ഞാൻ മുമ്പേ പറഞ്ഞ അപ്പച്ചൻ ഒരിക്കൽ വന്നു. എന്തിനാ വന്നതെന്നറിയില്ല. മുന്നറിയിപ്പില്ലാതെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്ന പ്രവാചകനെയും ന്യായാധിപനെയും പുരോഹിതനെയും കണ്ടപ്പോൾ ഇശായിയുടെ ആകമൊന്ന് കാളി. പിള്ളാർ വല്ല ഒപ്പിച്ച കുലുമാലിനെ ചോദിക്കാൻ വന്നാണോ എന്നറിയാൻ വയ്യാതെ പിതൃഹൃദയം പടച്ചുപോയി. പെട്ടെന്ന് ഓടിച്ചെന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ആ അനുഗ്രഹിത ദൈവദാസനെ വന്നിച്ചിട്ട് ചാടി എഴുന്നിട്ട് തൊഴുകൈകളോടെ നിന്നിട്ട് ചോദിച്ചു, എന്താണോ അടിയൻ്റെ വീട്ടിലേക്ക് മുന്നറിയിപ്പൊന്നുമില്ലാതെ? ശമൂവേൽ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ യഹോവ എന്നെ അറിയിച്ച ഒരു ആലോചന നിന്നെ അറിയിക്കാൻ വന്നതാണ്. അപ്പോൾ പിന്നെയും കൂടെ ഒരു സമ്മിശ്ര വികാരമായി. എന്തായിരിക്കും യഹോവ അറിയിച്ച ആലോചന? മുഖത്ത് വിരിഞ്ഞ സമ്മിശ്ര ഭാവങ്ങളെ ശാന്തമാക്കിക്കൊണ്ട് ശമൂവേൽ പറഞ്ഞ ഡയലോഗ് ഒരിക്കലും മറക്കരുത്. ഒരപ്പനും മറക്കരുത്, ഒരു അമ്മയും മറക്കരുത്. ആ ഡയലോഗ് ഇങ്ങനെ, യഹോവ നിൻ്റെ മക്കളിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഇതിലേതപ്പച്ചനെ വേണം ഇന്ന് പകലിൽ? ഏത് പിതാവിനോട് കൂടെ നിൽക്കും നിങ്ങൾ? നമ്മുടെ മക്കളിൽ യഹോവ ഒരു രാജകല കാണണം. ഒരു തല്ലിപ്പൊളിയെ കണ്ടെന്നോ, തീവ്രവാദിയെ കണ്ടെന്നോ, വഴക്കുണ്ടാക്കുന്നവനെ കണ്ടെന്നോ, ഇരിക്കാൻ കൊടുത്ത കസേര വലിച്ചെടുത്ത് അടിക്കാൻ നിൽക്കുന്നവനെ കണ്ടെന്നൊന്നുമല്ല ദൈവം പറഞ്ഞത്. ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവം നമുക്കുദരഫലമായി തന്ന സകല കുഞ്ഞുങ്ങളും, അത് പെണ്ണാകട്ടെ ആണാകട്ടെ, സകല കുഞ്ഞുങ്ങളെയും നല്ല വിദ്യാഭ്യാസം കൊടുക്ക്. അവർ റെസ്പെക്റ്റീവ് പൊസിഷനിലേക്ക് വരട്ടെ. ചുമ്മാ എല്ലാവരും സിറിഞ്ചും സൂചിയും കൊണ്ട് നടക്കുന്ന നേഴ്സുമാരായി പോകാതെ നല്ല റെസ്പെക്റ്റീവ് പൊസിഷൻ, IAS IPS ഒക്കെ ആയി മാറട്ടെ. അവർ ഉന്നതരായി മാറട്ടെ. ആ തലത്തിലേക്ക് അവരെ കയറി വരുമ്പോൾ അഭിഷേകം കൂടെ അവരുടെ കൈമുതലായിട്ടുണ്ടെങ്കിൽ ആ പദവി എത്ര സുന്ദരമായിരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട തലത്തിലേക്ക് വരണം. പക്ഷേ ആത്മീയതയുടെ ട്രാക്ക് വിടാതെ, അഭിഷേകത്തിൻ്റെ ആ ഒരു ക്രമീകരണം വിടാതെ, ആ ഒരു അനുഭവം വിടാതെ ആ കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം. സ്വച്ഛ സ്ഫടിക തങ്കതുല്യ നിർമ്മിത വീതിയുള്ള ആ ഇമ്പങ്ങളുടെ പറുദീസയിൽ നമ്മളെത്തുമ്പോൾ നമ്മോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളില്ലെങ്കിൽ ആ സ്വർഗം നമുക്ക് എങ്ങനെ ആസ്വദിക്കാൻ കഴിയും? ഈ ചിന്ത നമ്മുടെ മനസ്സിലെന്നും നിലനിൽക്കണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? രാവിലെ ഉണ്ടാക്കി കൊടുത്ത മെഴുക്കുവരട്ടിയും മുട്ട പൊരിച്ചതും ചമ്മന്തിയും ഒക്കെ ടിഫിൻ ബോക്സിനകത്ത് അടച്ച് സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ വിട്ടു. അന്ന് നമുക്കൊരു കല്യാണത്തിന് പോകണമെന്നോ ഒന്നിരിക്കട്ടെ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി, നമ്മൾ ഭയങ്കര ഒരു കല്യാണത്തിന് പോയി. അവിടെ വിളമ്പുന്ന മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി അടക്കമുള്ള വമ്പൻ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പം നല്ല ഒരു മമ്മിക്ക്, നല്ല ഒരു പപ്പായ്ക്ക് അത് അത്ര രുചിയോടല്ല പോകുന്നത്. കാരണം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മെഴുക്കോട്ടിയും ചമ്മന്തിയാണ് ഉണ്ടാക്കി കൊടുത്തത്. മനസ്സിലായില്ലേ? തോരനും ചമ്മന്തിയാണ്. അവർ സ്കൂളിൽ അത് കഴിക്കുമ്പം ആ നേരത്ത് നമ്മളിവിടെ വിഭവസമൃദ്ധമായ പലതരം ഐസ്ക്രീം അടക്കമുള്ളത് കഴിക്കുമ്പം അത്ര മനസമാധാനത്തോടല്ല കഴിക്കുന്നതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ചിന്തിച്ചു നോക്കി, സ്വർഗത്തിൽ സ്വർഗീയ വിഭവങ്ങൾ നാം ആസ്വദിക്കുമ്പോൾ കർത്താവുമായിട്ട് ഒരുമിച്ച് ജീവജലത്തിൻ്റെ നദിയുടെ തീരങ്ങളിലൂടെ ജീവവൃക്ഷത്തിൻ്റെ ഫലം കർത്താവുമായിട്ട് ഒരുമിച്ച് പൂജിക്കുമ്പം ഈ തലമുറയൊന്നും അവിടെ ഇല്ലെങ്കിൽ എങ്ങനെ ആസ്വദിക്കാൻ കഴിയും? അത് ചിന്തിക്കണം. നമ്മൾ നമ്മുടെ തലമുറയോടുകൂടെ കർത്താവിനെ സേവിക്കണം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ മടങ്ങുന്നു ആ ചിന്തയിൽ നിന്ന്. വായിച്ച വാക്യത്തിലേക്ക് നേരെ വരുന്നു. വേഗം ഹ്രസ്വമായ ചില ആലോചനകൾ, ദീപ്തമായ ചില ചിന്തകൾ നിങ്ങൾക്ക് വിശാലമായി പഠിച്ച് അതിൻ്റെ പൊരുളുകൾ കണ്ടെത്താവുന്ന തരത്തിൽ അതിൻ്റെ ആലോചനകളെ നൽകിത്തരാം. പൗലോസിൻ്റെ 2 പ്രാർത്ഥനകളാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും. 1-ാം അധ്യായം 15 മുതൽ 19 വരെ, 3-ാം അധ്യായം 14 മുതൽ 19, 20 വരെയുള്ള 2 പ്രാർത്ഥനകൾ പൗലോസ് നടത്തുന്നത് കാണാൻ കഴിയും.
എഫെസ് ലേഖനം എന്ന് പറയുന്നത് ലേഖനങ്ങളുടെ റാണിയാണ്. ദ ക്യൂൻ ഓഫ് ദ എപ്പിസ്റ്റൽസ് എന്ന് വിളിക്കുന്ന പ്രൗഢഗംഭീരമായ സഭാ തത്വശാസ്ത്രപരമായ, അല്ലെങ്കിൽ സഭ എന്താണ് എന്ന് വ്യക്തമായി വിശേഷിപ്പിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ലേഖനം എഫെസ് ലേഖനം. അതിൽ പൗലോസ് അനുവാചകർക്ക് വേണ്ടി 2 പ്രാർത്ഥന നടത്തുന്നു. അതിലൊരു പ്രാർത്ഥനയാണ് 1-ാം അധ്യായം 15 മുതൽ 19 വരെ. ആ പ്രാർത്ഥനയുടെ ആകെയുള്ള പ്രമേയം നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്നതാണ്. 1-ാം അധ്യായത്തിലെ പ്രാർത്ഥനയുടെ പ്രമേയം ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഏതാത്മീകൻ്റെയും ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വിളിയുടെ ആശയം അറിയൂ, പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അറിയൂ, നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മശക്തിയുടെ വല്ലഭത്വം നാം തിരിച്ചറിയുള്ളൂ. അകത്തളം പ്രകാശിക്കണം. ഇനി 2ാമതൊരു പ്രാർത്ഥനയുണ്ട്. അത് 3-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പ്രാർത്ഥിക്കുന്നത് അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. കണ്ടോ? അപ്പോൾ ഈ 2 പ്രാർത്ഥനകളെ ഞാൻ 2 വാചകമാക്കി തരുന്നു, ശ്രദ്ധിച്ചോണം. 1-ാമത്തെ അധ്യായത്തിലെ പ്രാർത്ഥന ഹൃദയദൃഷ്ടിയുടെ പ്രകാശനത്തിന് വേണ്ടിയാണെങ്കിൽ, 3-ാം അധ്യായത്തിലെ പ്രാർത്ഥന അഥവാ 2ാമത്തെ പ്രാർത്ഥന അകത്ത മനുഷ്യൻ്റെ ശാക്തീകരണത്തിന് വേണ്ടിയാണ്. ജീവിത സമരഭൂമികയിൽ പതറിപ്പോകാതെ, ഇടറിപ്പോകാതെ, പാദം ഇടറാതെ, മനസ്സ് പതറാതെ, വിശ്വാസത്തിൻ്റെ തനിമയിൽ മുൻപോട്ട് പോകാൻ, ആക്ഷേപരഹിതമായി മുൻപോട്ട് പോകാൻ, ശത്രുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിപ്പോകാതെ, നീണ്ടുവരുന്ന പാപത്തിൻ്റെ കരങ്ങളുടെ മുമ്പിൽ നമ്മൾ തോറ്റുകൊടുക്കാതെ തട്ടിമാറ്റിക്കൊണ്ട്, അരുതരുതായ്മകളോട് മുഴുവനും അനാത്മികതകളോട് മുഴുവനും നോ എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ 2 കാര്യം സാധിക്കണം. 1, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. 2, അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ 2 കാര്യം? ഈ ആരാധന കഴിഞ്ഞ് പടിയിറങ്ങുമ്പോൾ ഈ 2 മഹത്തായിരിക്കുന്ന കാര്യങ്ങളുടെ ലഭ്യതയുമായി പുറത്തു പോകാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൻ്റെ ഓരോ ദിനങ്ങളും, അത് രാത്രികളോ പകലുകളോ, കൂട്ടത്തിലോ ഒറ്റയ്ക്കോ, ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലായാലും ഹൃദയദൃഷ്ടിയുടെ പ്രകാശനവും അകത്ത മനുഷ്യൻ്റെ ശാക്തീകരണവും പ്രാപിച്ച ഒരു വ്യക്തിയെ പിന്നിലാക്കാൻ ആർക്കും കഴിയില്ല. അവൻ മുഖ്യധാരയിൽ തന്നെ ആയിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മശക്തിയുടെ വല്ലഭത്വം കൊണ്ട് അവൻ മുൻപോട്ട് തന്നെ ആയിരിക്കും. മുഖവര ഞാൻ നിർത്തട്ടെ. ആ വാക്യത്തിലെ പ്രധാനമായ ചിന്ത പിതാവായി ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. വളരെ തീക്ഷ്ണമായ, ഏറിയ സമയങ്ങൾ ദീർഘമായി നിന്ന് പ്രസംഗിക്കാൻ കൊള്ളാവുന്ന അനുഗ്രഹീതമായൊരു ചിന്തയാണ് പിതാവായ ദൈവം. കണ്ടോ? ദൈവത്തെ പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ കൺസെപ്റ്റ് തന്നെ എത്ര ആശ്വാസപ്രദമാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വിശേഷണങ്ങളുണ്ട് സത്യദൈവത്തിന്. പക്ഷേ ഇവിടെ പൗലോസ് നമുക്ക് ഊഷ്മളമായ ഒരാശയം ഹൃത്തടത്തിൽ ഒരു തൂവൽ സ്പർശമായി തരികയാണ്. ദൈവമെന്ന് പറയുന്നത് മാരകായുധം കൊണ്ട് മാറി നിന്ന് കൊല്ലാൻ വേണ്ടി നിൽക്കുന്നൊരു സംഹാര രൂപിയല്ല, പകരം സ്നേഹസമ്പന്നനായ പിതാവാണ്. എത്ര പേർ ആസ്വദിക്കുന്നുണ്ട് ആ കാര്യം? ദൈവം എൻ്റെ പിതാവാണ് എന്നുള്ള കാര്യം. പ്രൈസ് ദ ലോർഡ്. ചില ദൈവങ്ങളെയൊക്കെ കണ്ട പേടിച്ച് പനി പിടിച്ചു പോകും നമ്മൾ, മനസ്സിലായില്ലേ? ബോധം കെട്ട് തറേ പോകും. ഇതാണ് ദൈവത്തിൻ്റെ രൂപമെങ്കിൽ എങ്ങനെ അടുക്കും എന്നോർത്ത് ഭയന്നോടുകല്ലാതെ വേറെ നിർവാഹമില്ല. ഇവിടെ ഇതാ സ്വാന്തനം നൽകുന്ന, തട്ടിത്തലോടി തഴുകി മടിയിലിരുത്തിലാളിപ്പിക്കുന്ന ഒരു പിതാവായ ദൈവം. വേദപുസ്തകത്തിൻ്റെ ഉജ്ജ്വലമായ കൺസെപ്റ്റ് അതാണ്. ആ ദൈവം നമ്മുടെ ദൈവമായതാണ് ഭാഗ്യം. അതിൽ അഭിമാനമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നാം പ്രാപിക്കണം. എൻ്റെ മുമ്പിൽ 2 ക്ലോക്കാണ് അങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ചിന്തകൾ ഇങ്ങനെ അനസ്യൂതം വരുന്നുണ്ടെങ്കിലും അതിലോട്ട് നോക്കുമ്പോൾ എൻ്റെ ചിന്ത മങ്ങിപ്പോവുകയാണ്. സമയത്ത് നിർത്തണമല്ലോ. അടുത്ത യോഗത്തിൻ്റെ ആളുകൾ ഇങ്ങനെ തിക്കിത്തള്ളാൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളിവിടെ നിന്ന് പടിയിറങ്ങണം. ഇപ്പം ഞാൻ ഗൾഫിൽ പ്രസംഗിക്കുന്ന പോലെ തോന്നുന്നു. വിദേശ രാജ്യങ്ങളിൽ ഡോറിൽ ഇങ്ങനെ വന്ന ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കും. പ്രസംഗം അവസാനിപ്പിച്ച് ഈ ജനം മുഴുവനും അവരുടെ ഇരിപ്പിടം കൊണ്ടിറങ്ങുമ്പോൾ മറ്റവർ അവരുടെ ഇരിപ്പിടം കൊണ്ട് കയറുകയാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൽ എത്തപ്പെട്ടതുപോലെ ദൈവം അനുഗ്രഹിക്കുന്നു ഈ സഭയെ. അതിലെനിക്ക് അഭിമാനമുണ്ട്. ദൈവം ആശീർവദിക്കട്ടെ. 4 സെഷനല്ല, എല്ലാ ആഴ്ചകളിലും സഭായോഗം നടക്കുന്നൊരു സഭയായി ദൈവം ഇതിനെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശക്തന്മാരായ, സമർത്ഥന്മാരായ, സാമർഥ്യമുള്ള ഒരു പറ്റം ദൈവദാസന്മാർ ഇവിടെ ഉണ്ടല്ലോ. അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതനായൊരു കർത്തൃദാസനും. അതുകൊണ്ട് 4 സഭായോഗം പോരാ ഈ സഭയ്ക്ക്. അനുഗ്രഹീതമായതിൽ എല്ലാ ദിവസവും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രദ്ധിക്കുക, ദൈവശാസ്ത്രത്തിൻ്റെ വിചിന്തനങ്ങളല്ല ഞാൻ തരാൻ പോകുന്നത്. നിരവധി പരിജ്ഞാനങ്ങൾ വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ടെങ്കിലും അതിൽ അനുഗ്രഹീതമായ പരിജ്ഞാനമാണ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ആ പരിജ്ഞാനങ്ങളിൽ ഞാൻ 4 കാര്യങ്ങളെ അക്കമിട്ട് പറയാം. 4 കാര്യം കൂടെ പറഞ്ഞിട്ട് എപ്പോൾ ഇറങ്ങും ഈ പുള്ളി എന്നൊന്നും ചിന്തിക്കേണ്ട. വേഗേന 4 കാര്യങ്ങളെ നൽകി തന്നുകൊണ്ട് ഞാൻ ഇറങ്ങുന്നു. ദൈവാത്മാവെന്ന പരിശുദ്ധയാത്മാവ്, നല്ല അധ്യാപകൻ നിങ്ങൾക്ക് ഈ ചിന്തകളെ പഠിപ്പിച്ചു തരാനിടയാവും. പക്ഷേ ഈ 4 ചിന്തകൾ മനസ്സിൻ്റെ ചെപ്പിൽ കരുതിക്കൊണ്ടേ പോകാവൂ. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഒന്നാമത്തേത് കേട്ടോ, നമ്മുടെ പിതാവായ ദൈവം നമ്മിൽ നിന്ന് മാറാത്തവനാണ്. എത്ര പേർക്ക് സ്വത്രം പറയാം? മാറാത്തവനായൊരു ദൈവം.
സന്തോഷമാണോ? യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എന്ന് പാടി പതിഞ്ഞൊരു പാട്ടുണ്ട്, അറിയാമോ? എം ഇ ചെറിയാച്ചൻ സാറിൻ്റെ പാട്ടാണ്. ക്രൈസ്തവ കരകളിൽ അദ്ദേഹം ഒത്തിരി പാട്ട് തന്നിട്ടുണ്ട് ദൈവസഭയ്ക്ക്. പാടി ആരാധിക്കുന്നതൊക്കെ നമ്മളാണ്, മറ്റൊരു മൂളത്തേ ഉള്ളൂ. നമ്മളാണ് ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച അനുഗ്രഹിതനായ ഒരു ദൈവദാസൻ എം ഇ ചെറിയാച്ചൻ സാറ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹിത ഗാനമാണ് സർവ്വ സൃഷ്ടികളും ഒന്നായി എന്നുള്ള പാട്ട്. അതിൻ്റെ കോറസാണ് യേശു മാറാത്തവൻ. വാക്യം ഏതാണെന്നറിയാമോ? മാറാത്തവനായൊരു ദൈവത്തെ ആ കോറസിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നു. ആരെല്ലാം മാറിയാലും, ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, ഉറ്റവർ, ഉടയവർ, മാതാപിതാക്കളോ ബന്ധുജനങ്ങളോ ഇനി ജീവിത പങ്കാളിയോ മാറിപ്പോയാലും, മാറിപ്പോകുന്ന രണ്ട് കാരണത്താല. ഒന്ന് അസൂയ കൊണ്ടോ പിണക്കം കൊണ്ടോ ഒക്കെ മാറിപ്പോകാം. വൈകാരിക വിദ്വേഷ സങ്കീർണത കൊണ്ട് മാറി അകന്നു പോകുന്നവരുണ്ട്. രണ്ടാമതൊരു കൂട്ടർ മരണം കൊണ്ട് മാറിപ്പോവുക. പിടിച്ചു നിർത്താനാവില്ല. ഇപ്പോഴും കേട്ടില്ലേ നമ്മൾ മരണത്തിൻ്റെ വാർത്തകൾ കേട്ടില്ലേ? ദിനംതോറും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മരണം കൊണ്ട് മാറിപ്പോകുന്നവരെ പിടിച്ചു നിർത്താനാവില്ല. മരണം കൊണ്ട് മാറിയാലും വിദ്വേഷം കൊണ്ട് മാറിയാലും ഒത്തിരി പേര് മാറിപ്പോയിട്ട് നമ്മൾ ഏകാന്തതയുടെ തുരുത്തിലേക്ക് ഒറ്റപ്പെടേണ്ടി വന്നാലും ഒരു കാര്യം ഓർത്തോണം, മാറാത്ത ഒരുവൻ കൂടെ ഉണ്ട്. എപ്പോഴും മാറാത്ത ഒരുവൻ. എവിടെയാണ് വാക്യം? മറക്കരുത്. മലാക്കി പ്രവചനം 3-ാം അധ്യായം 6-ാമത് വാക്യം, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? യഹോവ എന്തോ ചെയ്യാത്തത് കൊണ്ട്, മാറാത്തത് കൊണ്ട്. ആ പാട്ട് പാടാൻ തുടങ്ങിയിട്ട് ഒത്തിരി കാലമായെങ്കിലും ആ വാക്യം എവിടെ നിന്ന് തപ്പിപ്പിടിക്കാൻ ഇന്നുവരെ തുനിയാഞ്ഞത് ഭയങ്കര കഷ്ടമായി പോയി. യേശു മാറാത്തവൻ, മാറാത്തവൻ എന്ന പാട്ട് തകൃതിയായി പാടി നമ്മൾ ഹോൾ ഇളക്കി മറിച്ചവരാ. പക്ഷേ ആ വാക്യം എവിടെ നിന്ന് കണ്ടില്ല. എം ഇ ചെറിയാച്ചൻ സാർ ഈ വാക്യത്തിൽ നിന്ന് കടം കൊണ്ടതാണ് ആ വരി. അപ്പം യഹോവയെക്കുറിച്ചുള്ള പരിജ്ഞാനം, പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നാം ഏറ്റെടുക്കുമ്പോൾ ഓർത്തോണം, ജീവിതഗന്ധിയായൊരു ചിന്തയാണ് ഞാൻ തരുന്നത്. ഏകാന്തതയുടെ ദുരിതത്തിൽ, വേദനയുടെ കിടക്കയിൽ നമ്മളായിരിക്കുമ്പോൾ ആരും കൂടെയില്ല, ഒന്ന് തലോടാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒരു വാക്ക് പറയാൻ, ഒരു തുള്ളി വെള്ളം നാവിലും നെറ്റ് തരാൻ ആരുമില്ലാതിരിക്കുമ്പോഴും ഓർത്തോണം, കണ്ണ് തുറന്നു നോക്ക്. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു നോക്ക്. ആരുമില്ലാത്തൊരു ഏകാന്തതയുടെ തുരുത്തിലല്ല, അവിടെ തേജോമയനായ ഒരുവനുണ്ട്, മാറാത്തവനായി. ശ്വാസത്തെക്കാൾ അടുത്ത് നമ്മോടുകൂടെ ഉള്ളവനുണ്ട്. അനുഭവിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ കർത്താവിൻ്റെ സജീവ സാന്നിധ്യം നിരന്തരം അനുഭവിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കാൻ നമുക്കാകട്ടെ എന്ന് പറഞ്ഞ് ഒന്നാമത്തെ ചിന്തയിൽ നിന്ന് വിടകൊള്ളുന്നു. രണ്ടാമത്തേത് കേൾക്കണേ, ആ ദൈവം ആരാന്നറിയാമോ? നമ്മെ മറക്കാത്തവനാണ്. അതിനൊന്നും ആ അല്ലേലിയൊന്നും പോരച്ച. മറക്കാത്തവനെന്നൊക്കെ പറഞ്ഞ് ശക്തമായിട്ടൊരു ഹല്ലേലൂയ പറ. ഇതേതാണ്ട് ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന പോലെ ഒരു അവസ്ഥയില്ല. രാവിലെ കാപ്പിയൊന്നും കഴിക്കാതെ രാവിലെ ഇങ്ങ് ഇറങ്ങിപ്പോകുന്നത് പോലെ. കർത്താവ് ആരാന്നാ പറഞ്ഞേ? മറക്കാത്തവൻ. ആരൊക്കെ മറന്നു നമ്മളെ? കൂടെ ജനിച്ചവർ ഓർമ്മയുണ്ടോ? അവർ നമ്മളെ ഓർക്കുന്നുണ്ടോ? നമ്മുടെ കഷ്ടതയിൽ അവർ നമ്മളെ ഓർത്തോ? പൊന്നാങ്ങളെ, എൻ്റെ കുഞ്ഞിനെയും കൂടെ രക്ഷപ്പെടുത്തണേ. ആങ്ങളയോട് പറഞ്ഞില്ലായിരുന്നോ പണ്ട്? ആങ്ങളെ പറഞ്ഞു ഞാൻ ഏറ്റെന്ന്. എന്നിട്ട് സമയമായപ്പോൾ പുള്ളി എന്ത് ചെയ്തു? മറന്നുപോയി. ആങ്ങളെ ഏറ്റെന്നും പറഞ്ഞിരുന്ന നമ്മുടെ കുഴപ്പം. പുള്ളി മറന്നുപോയി. ചേട്ടൻ മറന്നില്ലേ? അനിയൻ മറന്നില്ലേ? അനിയത്തി നന്നാകട്ടെ എന്നും പറഞ്ഞ് വഴിമാറിയ ചേട്ടത്തിമാർ എത്ര പേരുണ്ട്? അവിടെ കല്യാണം നടക്കട്ടെ, ഞാനിങ്ങ് മാറിയേക്കാം പപ്പ, അവൾ പഠിക്കട്ടെ, ഞാൻ പഠിപ്പിച്ചോളാം, ഞാൻ ജോലിക്ക് പോകാം എന്ന് പറഞ്ഞ് അനിയനെ പഠിപ്പിക്കാൻ ചേട്ടൻ മാറിയില്ലേ? ചേട്ടനെ നന്നാക്കാൻ അനിയൻ വഴിമാറി കൊടുത്തില്ലേ? എത്ര കുടുംബങ്ങളിൽ അങ്ങനെയുണ്ട്. കര പറ്റിയവരൊക്കെ അവരുടെ വഴി തേടിപ്പോയപ്പോൾ വഴിമാറിയവൻ കറിവേപ്പല പോലെ മാറ്റപ്പെട്ടു. നോക്കുക, മറന്നുപോയി ജീവിത ബന്ധങ്ങളിൽ പലരും. ആ വേദന ഹൃത്തിൽ വന്നുകൂടിയിട്ട് ഞാൻ ഇങ്ങനെ അബദ്ധനാകേണ്ടതില്ലായിരുന്നു എന്ന ആ വല്ലാത്ത വൈകാരികമായ സങ്കീർണമായിരിക്കുന്ന വേദന കൊണ്ട് മുൻപോട്ട് പോകുന്ന എത്ര ആളുകളുണ്ട്. നമ്മൾ ഉപകാരം ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങളിൽ വെച്ചിരുന്നത് എടുത്തു കൊടുത്ത് ഉപകാരം ചെയ്തവരും ഒടുവിൽ പുറംതിരിഞ്ഞ് നടക്കേണ്ടി വന്ന വേദനാജനകമായ അനുഭവങ്ങളില്ലേ? ആരോടും വിദ്വേഷം വേണ്ട, ആരോടും പരാതി വേണ്ട, ആരോടും പക വയ്ക്കണ്ട. ഈ വാക്യം ഓർത്തോണം, ഞാൻ നിന്നെ മറക്കാത്തവനാണ്. ആരെല്ലാം മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. എത്ര പേർക്ക് ബോധ്യമുണ്ട് കർത്താവ് മറക്കുകയില്ലെന്ന്? ഹല്ലേലൂയ. മാറാത്തവനാണ് യഹോവ. ആ പരിജ്ഞാനം പ്രാപിച്ചോണം. അപ്പോൾ തന്നെ അവനിൽ വേറൊരു പരിജ്ഞാനം നാം അറിയേണ്ടതുണ്ട്. അവൻ എന്ത് ചെയ്യാത്തവനാ? മറക്കാത്തവനാ. എവിടെ വാക്യം? യെശയ്യാപ്രവചനം 49:15 വാക്യം. അമ്മ മറക്കുമോ എന്ന് പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ കൈകൂപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ, പെറ്റമ്മ മറക്കത്തില്ലായിരിക്കും. പക്ഷേ കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒരു ക്ലോസ് താഴെ എഴുതിയരേ. നിൻ്റെ കാലത്ത് അമ്മ മറന്നതിനെക്കുറിച്ച് നിനക്കറിയത്തില്ല, പക്ഷേ ഇത് 2016-ലും 17-ലും ഒക്കെ വായിക്കാനുള്ള പുസ്തകമാണ്. അതുകൊണ്ട് ഒരു ക്ലോസ് എഴുതിയരേ. ഇനി അവൾ മറന്നാലും ഞാൻ എന്തോ ചെയ്യത്തില്ല, മറക്കില്ല. മറന്നാലും. അപ്പോൾ അതിനകത്തൊരു ചിന്ത, പറയാതെ വിട്ടൊരു ചിന്തയുണ്ട്. അമ്മയ്ക്ക് എന്ത് ചെയ്യാം? മറക്കാം.
അമ്മ മറക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ തെളിവല്ലേ അമ്മത്തൊട്ടിൽ. എത്ര കുഞ്ഞുങ്ങൾ അതിനകത്ത് വന്ന് വീണെന്നറിയാമോ? സുഗതകുമാരി ടീച്ചറാണ് അത് സംവിധാനം ചെയ്തത്. അത് ഉമ്മൻചാണ്ടി സാർ അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇത് പൊതുജന സമക്ഷം അവതരിപ്പിക്കുമ്പോൾ ഒരു കുഞ്ഞും അതിനകത്ത് വീഴുമെന്ന് തോന്നിയിരുന്നില്ല. 200-ലധികം കുഞ്ഞുങ്ങൾ അമ്മത്തൊട്ടിയിൽ വീണു. ഇപ്പോൾ കേരളത്തിലെ മിക്കയിടങ്ങളിലും അമ്മത്തൊട്ടിലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അമ്മ മറക്കുന്നു, അതിൻ്റെ തെളിവ് അമ്മത്തൊട്ടിൽ. അമ്മയെയും അപ്പനെയും കുഞ്ഞുങ്ങൾ മറക്കുന്നു, അതിൻ്റെ തെളിവ് വൃദ്ധസദനം. മറവി ഭയങ്കരമാണ്. ഭാര്യ ഭർത്താവിനെ മറക്കുന്നു, അകലാൻ ശ്രമിക്കുന്നു, ഭർത്താവ് ഭാര്യയെ. അതിൻ്റെ തിരക്കാ കുടുംബ കോടതിയുടെ തിണ്ണയിൽ, അറിയാമോ? അപ്പം മറവി എന്ന് പറയുന്നത് ആധുനിക മനുഷ്യനെ ഗ്രസിക്കുന്ന ക്യാൻസറിനേക്കാൾ ഭയാനകമായ രോഗമായി അവനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അകത്ത് കിട്ടിയവൻ്റെ തൻ്റെ ഇടം എന്താണെന്നറിയാമോ? എന്നെ മറക്കാത്ത ഒരു കർത്താവുണ്ട്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. രണ്ടാമത്തെ ചിന്തയിൽ നിന്ന് വിടകൊണ്ടിട്ട് മൂന്നാമത്തേതിലേക്ക് പ്രവേശിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആരാന്നറിയാമോ? ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ ചിന്ത, നന്മയൊന്നും മുടക്കാത്തവനാണ് ദൈവം. ദൈവം ആരാ? സാക്ഷ്യത്തിന് അങ്ങോട്ട് സമയം തരാമെങ്കിൽ മുടങ്ങിയ കാര്യമല്ലാതെ വല്ലതും പറയാനുണ്ടോ പലർക്കും? കച്ചവടം തുടങ്ങി, മുടങ്ങി. വിവാഹാലോചന ഏതാണ്ട് തുടങ്ങിയതായിരുന്നു, അതെല്ലാം എന്തോ ചെയ്തു? മുടങ്ങി. വീട് വെക്കാൻ തുടങ്ങി, മുടങ്ങി കിടക്കുക. സകലതും മുടങ്ങി. കോഴ്സ് തുടങ്ങി, ഇടയ്ക്ക് വെച്ച് മുടങ്ങി. മുടങ്ങിയ ചരിത്രങ്ങളാണ് നമുക്ക് സാക്ഷിയായിട്ട് നിരത്തിപ്പരത്തി പറയാനുള്ളത്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ തൻ്റെ ഇടം, അവൻ ദൈവത്തെക്കുറിച്ച് പ്രാപിച്ച പരിജ്ഞാനം ഇതാ, നന്മയൊന്നും എന്തോ ചെയ്യത്തില്ല, മുടക്കുകയില്ല. എവിടെ വാക്യമെന്ന് കിട്ടിയോ? 84-ാം സങ്കീർത്തനം 11-ാമത് വാക്യമാ, യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല, ഒരു നന്മയും അവൻ മുടക്കയില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ കാര്യം? മുടങ്ങി എന്ന പരാധീനതയുടെ സാക്ഷ്യം മാറ്റിവെച്ചുകൊണ്ട്, മുടങ്ങി എന്ന പരിദേവനത്തിൻ്റെ വർത്തമാനം മാറ്റിവെച്ചുകൊണ്ട്, ആരുടെയും മുൻപിൽ ആ വിധമായിരിക്കുന്ന പല്ലവികൾ ആവർത്തിക്കാതെ നമുക്ക് ധൈര്യത്തോടെ, ആത്മീയ ധൈര്യത്തോടെ നിൽക്കാൻ കഴിയണം. നമ്മുടെ കർത്താവ് മുടക്കുന്നവനല്ല. പക്ഷേ അവിടെ ഒരു വിശേഷമായ ഉപദേശം ഇങ്ങനെ പറയുന്നുണ്ട്, നേരോടെ നടന്നോണം. എങ്ങനെ നടക്കണം? എങ്ങനെങ്കിലും നടന്നാൽ പോരാ, വക്രതയിൽ നടന്നാൽ പോരാ, കാര്യസാധ്യത്തിൻ്റെ സ്വാർത്ഥതയിൽ നടന്നാൽ പോരാ. എങ്ങനെ നടക്കണം? നേരോടെ. നേരുള്ളവനായി ഇരുട്ടിൽ വെളിച്ചമുദിക്കുക. നേരുള്ളവൻ്റെ തലമുറ എന്തോ ചെയ്യുക? അനുഗ്രഹിക്കപ്പെടുന്നത്. മാതാപിതാക്കൾ നേര് കാണിച്ചില്ലെങ്കിൽ തലമുറയെ ബാധിക്കുമത്, തലമുറ ദോഷത്തിലേക്ക് വരാനിടയാകും. ദാമ്പത്യം നേരുള്ളതാകണം, സാമ്പത്തിക മണ്ഡലം നേരുള്ളതാകണം, സഭാജീവിതം നേരുള്ളതാകണം, സാമൂഹ്യ ജീവിതം നേരുള്ളതാകണം, ഉത്തരവാദിത്വങ്ങളിൽ നേര് വേണം. എങ്കിലേ അനുഗ്രഹിക്കപ്പെടൂ, തലമുറ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ദാമ്പത്യ ജീവിതത്തിൽ അനാത്മികതകൾ വന്നുകൂടിയാൽ, പരസ്പരമുള്ളതായിരിക്കുന്ന ബന്ധങ്ങളിൽ അപാകതകൾ വന്നുകൂടിയാൽ തലമുറയിലേക്ക് നേരുകേട് ബാധിക്കപ്പെടും. ഉറപ്പാണ് കാര്യം. ദാവീദിൻ്റെ വ്യഭിചാരം എഴുതിയിരിക്കുന്ന പുസ്തകം ഏതാണെന്നറിയാമോ? 2 ശമൂവേൽ. ഏതാ അധ്യായം എന്നറിയാമോ? 11-12. 11-ലാണ് വ്യഭിചാര കൃത്യം നടക്കുന്നത്. 12-ൽ നാഥാൻ്റെ ശക്തമായിരിക്കുന്ന പ്രകോപനമാണ് ദാവീദിനെതിരെ. അതറിയാമല്ലോ. 11-12. 13-ാം അധ്യായം തുടങ്ങുന്ന പദം എങ്ങനെയാണെന്നറിയാമോ? അതിൻ്റെ ശേഷം സംഭവിച്ചതെന്തെന്നാൽ. അതിൻ്റെ ശേഷം. ഏതിൻ്റെ ശേഷം? ദാവീദിൻ്റെ വ്യഭിചാരത്തിൻ്റെ ശേഷം. രാത്രിയിൽ ദാവീദ് അന്യപുരുഷൻ്റെ സ്വന്തമായിരുന്ന സ്ത്രീയെ അപഹരിച്ച മാരകമായ പാപത്തിൻ്റെ വൃത്താന്തം കഴിഞ്ഞ ശേഷം, അതായത് 11-12 കഴിഞ്ഞ ശേഷം, അതിൻ്റെ ശേഷം എന്താ സംഭവിച്ചതെന്നറിയാമോ? ദാവീദിൻ്റെ മകൻ ദാവീദിൻ്റെ മകളെ, ആങ്ങള പെങ്ങളെ നട്ടുച്ചയ്ക്ക് വീട്ടിനകത്ത് വെച്ച് നശിപ്പിക്കുന്ന സംഭവമാണ് 13-ൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൻ്റെ വ്യഭിചാരം 11-12, മക്കളുടെ വ്യഭിചാരം 13-ാം അധ്യായത്തിൽ. ഇതാ, നേരുള്ളവൻ്റെ തലമുറ എന്തോ ചെയ്യുള്ളൂ? അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. നാം നേരുകേട് കാണിച്ചാൽ നമ്മുടെ തലമുറയിലേക്ക് നേരുകേടിൻ്റെ വ്യാപാരമുണ്ടാകും. അതുകൊണ്ട് നാളെയുടെ ഒരു ദിനങ്ങൾ 112-ാം സങ്കീർത്തനത്തിലെ ആ വാക്യം എടുത്തുകൊണ്ട്, ഞാൻ അനുഗ്രഹിക്കപ്പെടാതെ പോയത് നേരുള്ളവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് പുസ്തകത്തിലുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയതെന്ന് പറയാനിടയാകരുത്. ബോധ്യമായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നന്മ മുടക്കാത്തൊരു ദൈവം. അപ്പോൾ 1, ആരാ ദൈവം? മാറാത്തവൻ. 2, മറക്കാത്തവൻ. 3, മുടക്കാത്തവൻ. ഒരെണ്ണം കൂടെ കൊണ്ടുപോയിക്കോ. 91-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, അനർത്ഥങ്ങളിൽ നമ്മെ മറയ്ക്കുന്നവനാ ദൈവം. സ്വതന്ത്രം പറഞ്ഞില്ല. അപകടങ്ങൾ, അനർത്ഥങ്ങൾ അതിബഹുലമായി നമ്മുടെ ജീവിത വഴിത്താരയിലുണ്ടാകുമ്പോൾ, പ്രാണൻ പോയി എന്ന് നമ്മൾ തന്നെ വിധി എഴുതിയ നേരത്തും നമ്മെ ഇന്ന് ആരോഗ്യത്തോടെ ഈ ആലയത്തിൽ കസേരയിൽ കൊണ്ടിരുത്തിയ ഒരു ദൈവകൃപയില്ലേ? സുഹൃത്തെ, തിരക്ക് പിടിച്ച തൃശ്ശൂർ ടൗണിലൂടെ വണ്ടി ഓടിക്കാനുള്ള വൈദഗ്ധ്യമുള്ളത് കൊണ്ടാണോ രക്ഷപ്പെട്ട് നിൽക്കുന്നത്? അതോ സമയത്ത് ഡോക്ടറെ കണ്ടതുകൊണ്ടും
ഡയറ്റീഷ്യനെ കണ്ടതുകൊണ്ടും ഫുഡ് ക്രമീകരിക്കുന്നത് കൊണ്ടും വീര്യമുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടും ഒക്കെയാണോ ജീവൻ ബാക്കിയായത്? അതോ മതിലിന് മുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഇലക്ട്രിഫൈഡ് സംവിധാനവും നമ്മുടെ ലോക്ക് സിസ്റ്റമൊക്കെയാണോ നമ്മുടെ ജീവനാധാരം? വളർത്തുന്ന നായയുടെ ശൗര്യമാണോ നമ്മുടെ ജീവനാധാരം? നോ. നമ്മെ മറയ്ക്കുന്നൊരു കരമുണ്ട്, നമ്മെ മറയ്ക്കുന്നൊരു ചിറകുണ്ട്. ബോധ്യമായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 4 കാര്യങ്ങൾ ഒരിക്കലും മറക്കല്ലേ. എന്തിനായി? മാറാത്ത ദൈവം, മറക്കാത്ത ദൈവം, മുടക്കാത്ത ദൈവം, പിന്നെ മറയ്ക്കുന്ന ദൈവം. മാ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. അതെന്തിനാ അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? മറക്കാതിരിക്കാനാണ്. ഒരിക്കലും എന്തോ ചെയ്യരുത്, ജീവിത വഴിത്താരയിൽ മറക്കരുത്. കൂടെ ദൈവത്തോട് പറയണം, കർത്താവേ, നീ മാറാത്തവനാണല്ലോ, നീ മറക്കാത്തവനാണല്ലോ, നീ മുടക്കത്തില്ലല്ലോ, കർത്താവേ, അങ്ങ് എന്നെ മറയ്ക്കുന്നവനാണല്ലോ. ഓർത്തിരുന്നോണം. നമ്മൾ പാടുന്ന ആ പാട്ടുണ്ടല്ലോ, ഏതാ? യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹാ എത്ര നല്ലവൻ എന്നുള്ള ആ പാട്ടിൻ്റെ ആ കോറസ് അതേ ഫ്രെയിമിൽ ബാക്കി ചിന്തകളോടൊന്ന് പാടി നോക്കിക്കേ. എന്നെ സുഖമാണെന്നറിയാമോ? എം ചെറിയാൻ സാർ നിത്യതയിലായതുകൊണ്ട് ഇറങ്ങി ഒന്ന് വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. എൻ്റെ പാട്ടിനകത്ത് ആരടാ കൂട്ടിച്ചേർത്തെന്ന് ചോദിച്ച് അങ്ങനൊന്നും ബഹളം ഉണ്ടാക്കത്തില്ല. നമുക്ക് ആശ്വാസത്തിന് പാടാൻ പറ്റുന്നൊരു പാട്ടാണ്. യേശു മറക്കാത്തവൻ, യേശു മറക്കാത്തവൻ, യേശു മറക്കാത്തവൻ, ഹാ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മുടക്കാത്തവൻ, യേശു മുടക്കാത്തവൻ, യേശു മുടക്കാത്തവൻ, ഹാ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മറയ്ക്കുന്നവൻ, യേശു മറയ്ക്കുന്നവൻ, യേശു മറയ്ക്കുന്നവൻ, ഹാ എത്ര നല്ല. ഞാൻ പാടിയിട്ട് ഒക്കുന്നില്ലേ? അല്ല, നിങ്ങളെല്ലാം ഒരുമാതിരി വല്ലാതിരിക്കുന്നു. നിങ്ങളുടെ പാട്ടുകാരുടെ പാട്ട് കേട്ട് മാത്രം ശീലിച്ചു പോയ ഞാൻ പാടിയ പ്രസംഗിക്കാൻ വന്ന പുള്ളി എന്തിനാ പാടുന്നതെന്നല്ലേ? പ്രൈസരോ ആവേശം കൊണ്ടങ്ങ് പാടിപ്പോയതാ. പൊറുക്കണേ, ഈ ആശയത്തിൻ്റെ ആഴപത്ര ഗംഭീരമാണ്. കർത്താവ് എന്തോ ചെയ്യാത്തവനാ? മറക്കാത്തവന്. എന്തോ ചെയ്യാത്തവന്? മാറാത്തവന്. ഈ പരിജ്ഞാനം പ്രാപിച്ചവൻ്റെ മുഖം തെളിയും. ഈ പരിജ്ഞാനമുള്ളവനെ ആർക്കും തോൽപ്പിക്കാനാവില്ല. ഈ പരിജ്ഞാനമുള്ളവൻ ആരുടെയും ഔദാര്യത്തിൻ്റെ പുറകെയല്ല. ഈ പരിജ്ഞാനമുള്ളവൻ ആത്മീയ ആർജവത്വത്തോടെ മുൻപോട്ട് കുതിക്കുന്നവന്. ഉൾത്തടത്തിൽ ആത്മീയ ചിന്തകൾ ബോധ്യമായവർ ആ കരമടിച്ച് കർത്താവിനെ ആരാധിച്ച അല്പസമയം. യേശു മാറാത്തവനും മറക്കാത്തവനുമാണ്. യേശു നമ്മെ നയിക്കുന്നവനാണ്, ഉന്നതമായി പരിചരിക്കുന്നവനാണ്. ഈ ചിന്തകളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം വിടുന്ന ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. വല്ലതും പഠിച്ചോ? ആമേൻ. പഠിച്ചില്ലെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് പഠിപ്പിക്കുകയും ചെയ്തു. നമുക്ക് ദിവസം എഴുന്നേൽക്കാം.